നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലൂബിക്കയെക്കുറിച്ചാണ്. ലൂബി എന്ന മരത്തിലുണ്ടാകുന്ന കായയെയാണ് നമ്മൾ ലൂബിക്ക എന്ന് പറയുന്നത്. ഇതിനെ ലൂബിക്ക, ലൗലോലിക്ക എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. സോളിക്കേസി ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ഫ്ലക്കോഷ്യ ജംഗോമസ് എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ സ്രുവവൃക്ഷ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇത് ഇന്ത്യൻ കോഫി പ്ലം എന്നാണ് അറിയപ്പെടുന്നത്. ചെറിയ മരം എന്ന ഗണത്തിൽപ്പെടുന്ന ലൂബി വീട്ടുമുറ്റത്താണ് സാധാരണയായി കണ്ടുവരാറുള്ളത്. ഇതിൻ്റെ തടി ചുവപ്പോ മഞ്ഞയോ കലർന്ന തവിട്ട് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഓവലാകൃതിയിലുള്ള ഇതിൻ്റെ ഇലകൾക്ക് അർക്കവാളിൻ്റെ അരികുകളോട് സാമ്യമുള്ളതാണ്. ഇതിൻ്റെ തളിരില ലൈറ്റ് റോസ് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫലം നമുക്കറിയുന്ന ലൂബിക്ക ഇളം പ്രായത്തിൽ പച്ച നിറത്തിലും പഴുക്കുമ്പോൾ അത് ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നു. അതിൻ്റെ ഉള്ളിൽ 4-5 വിത്തുകളും അടങ്ങിയിട്ടുണ്ട്. പൂക്കൾ കുലകളായിട്ടാണ് കാണപ്പെടുന്നത്. അതിൽ 4-5 ഇതളുകളും ഉണ്ട്. പുളിരസമുള്ളതുകൊണ്ട് ഇത് ചമ്മന്തി ഉണ്ടാക്കുന്നതിനും ഉപ്പിലിടുന്നതിനും ഉപയോഗിച്ചു വരുന്നു. കൂടാതെ ജ്യൂസ്, ജാം, വൈൻ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനും ലൂബിക്ക ഉപയോഗിച്ചു വരുന്നതാണ്. പഴം, ഇല, വേര്, തടി തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ഇതിൻ്റെ ഫലത്തിൽ ധാരാളം വൈറ്റമിനുകളും പ്രോട്ടീൻ, സുക്രോസ്, ഗ്ലൂക്കോസ് തുടങ്ങിയവയെല്ലാം തന്നെ അടങ്ങിയിട്ടുള്ളതാണ്. ദഹനപ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നത് കാരണം ഇത് അജീർണം, വിശപ്പില്ലായ്മ, അർശസ് തുടങ്ങിയ അസുഖങ്ങളിൽ ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ പാമ്പുവിഷത്തിന് ഇതിൻ്റെ ഇലയും വേരും നല്ലൊരു മരുന്നായി ഉപയോഗിക്കാവുന്നതാണ്. ശ്വാസസംബന്ധമായ അസുഖങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, പ്ലീഹാവൃദ്ധി തുടങ്ങിയ അസുഖങ്ങളിൽ ഇത് നല്ലൊരു ഔഷധമാണ്. കൂടാതെ സ്ത്രീകളിൽ കണ്ടുവരുന്ന അമിത രക്തസ്രാവത്തിന് ഇത് നല്ല മരുന്നായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ ലൂബിക്ക അധികം ഉപയോഗിക്കാത്തൊരു പഴമാണ്. അതിൻ്റെ കുറേ ഉപയോഗമുണ്ട്. ഏറ്റവും ഈ അരുചി, വിശപ്പില്ലാത്ത, രുചിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് അതിലൊരു പുളിരസമുള്ളത. അപ്പോൾ ഈ നമ്മൾ പച്ചപ്പുളിങ്ങൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് ഈ ചമ്മന്തി അരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിശപ്പും രുചി ഉണ്ടാവും. ഇതിൻ്റെ ഇല അരച്ച് തേനിൽ ചാച്ചി കൊടുത്തു കഴിഞ്ഞാൽ വയറിളക്കളത് നിൽക്കും. അതായത് ഈ കഫം തൊണ്ടയിൽ അടഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക്, ഈ ശ്വാസമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഈ ഉണങ്ങിയ ഇല പൊടിച്ചിട്ട് തേനും ലേശം കൽക്കണ്ടൊക്കെ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ കഫം കിഴിപ്പിട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെ ആ ശ്വാസരോഗത്തിന് കുറച്ച് ഗുണം കിട്ടും.